ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണി താമസാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാമർ എന്ന പോയമാണ് കേട്ടോ. നമ്മുടെ +2 ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയംസിൽ ഒന്നാണ് സ്റ്റാമർ എന്നുള്ളത്. കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള ഒരു പോയമാണിത് അല്ലെ. നമുക്കറിയാം കെ സച്ചിദാനന്ദൻ ഇസ് വൺ ഓഫ് ദ എമിനന്റ് റൈറ്റേഴ്സ്, എമിനന്റ് പോയറ്റ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ. സോ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോയമാണിത്. ഈ പോയം ആദ്യം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വന്നേക്കാം, ഇതെന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടാത്തൊരു പ്രശ്നമൊക്കെ വന്നേക്കാം. പക്ഷെ അത് മനസ്സിലാക്കി ഒന്ന് പഠിക്കുകയാണ്, മനസ്സിലാക്കി ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവാൻ, നിങ്ങൾക്ക് അത് അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എഴുതാൻ വേണ്ടി കഴിയും കേട്ടോ. സോ നമുക്ക് ആ പോയമിലേക്ക് പോകാം. സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഇസ് എ മോഡ് ഓഫ് സ്പീച്ച് അല്ലെ. സോ ആദ്യം തന്നെ നമ്മുടെ കവി എന്താണ് പറയുന്നത്? സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരും സ്റ്റാമർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിക്കാണ് കേട്ടോ. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്നൊക്കെ ആയി പോയില്ലേ ചില ആൾക്കാർക്ക്. സോ അതിനാണ് ഒരു വിക്ക് അല്ലെങ്കിൽ സ്റ്റാമർ എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ പൊതുധാരണ എന്നെ അങ്ങോട്ട് മാറ്റി എഴുതുകയാണ് അല്ലെ. എല്ലാവർക്കും ഉള്ളൊരു ജനറൽ നോഷനെ അദ്ദേഹം മാറ്റി എഴുതുകയാണ്. സ്റ്റാമർ ഇസ് നോ ഹാൻഡിക്യാപ്പ്. വിക്ക് ഒരു ഡിസബിലിറ്റി അല്ല, ഒരു ഹാൻഡിക്യാപ്പ് അല്ല, ഒരു വൈകല്യം അല്ല എന്നാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു എന്താ പറയുക, പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് വെക്കുകയാണ്. The poet says that stammering is not a weakness or disability. ഒരു വീക്ക്നെസ്സോ ഡിസബിലിറ്റിയോ അല്ല, പകരം എന്താണ്, ഇറ്റ് ഇസ് എ മോഡ് ഓഫ് സ്പീച്ച് അല്ലെ. അതൊരു സംസാരത്തിന്റെ ഒരു മോഡാണെന്നാ പറയുന്നത്. സംസാരം എങ്ങനെയാണോ നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് എങ്ങനെയാണോ അതിന്റെ ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണെന്നാണ് പറയുന്നത് കേട്ടോ. He explains that stammering is just another way of speaking അല്ലെ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു സംസാരം തന്നെയാണെന്ന് അതാണെന്ന് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഡിഫറെന്റ് സ്പീച്ച് പാറ്റേൺ ആണെന്നാണ് പറയുന്നത്. സോ അതൊരു ഡിസബിലിറ്റി അല്ല, ഇറ്റ് ഇസ് എ ഡിഫറെന്റ് മോഡ് ഓഫ് സ്പീച്ച് അല്ലെ. സംസാരത്തിന്റെ മറ്റൊരു മോഡാണെന്നാ പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പവർ മോഡിലൊക്കെ ഇടുന്ന പറയില്ല, അതേപോലെ തന്നെ വേറൊരു മോഡാണ്. സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഇനി അടുത്ത വേറൊരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്റ്റാമർ ഇസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കും അതിന്റെ അർത്ഥവും തമ്മിലുള്ള അല്ലെ ആ ഒരു സൈലൻസ്, അതായത് അത് ഒരു വാക്കും അതിന്റെ അർത്ഥവും തമ്മിലുള്ള ഒരു സൈലൻസ് ആണ് സ്റ്റാമർ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ എന്താണ്, മിക്കവാറും അയാൾ സംസാരിക്കുന്ന കാര്യം അതിന്റെ അർത്ഥവും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വരുന്നില്ലേ. സോ അതാണ് വിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. When a person stammers, there is a pause or gap between what they say and what they want to mean അല്ലെ. അവർ പറയുന്നതും അവർ ഉദ്ദേശിക്കുന്നതും തമ്മിലുള്ള ചെറിയൊരു ഗ്യാപ്പ്, അതിനെയാണ് അദ്ദേഹം വിക്ക് എന്ന് പറയുന്നത്. ദാറ്റ് സൈലൻസ് ഷോസ് ദ സ്ട്രഗിൾ ടു കണക്ട് തോട്ട് ആൻഡ് സ്പീച്ച് അല്ലെ. ചിന്തേനെയും സംസാരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ചെറിയൊരു വ്യഗ്രത, അതിനെയാണ് അദ്ദേഹം ഒരു സ്റ്റാമർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇനി സ്റ്റാമറിനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇവിടെ എന്താണ്, ഒരു സിമിലി നമുക്ക് കാണാം കേട്ടോ, ഒരു സിമിലി കാണാം. അദ്ദേഹം സ്റ്റാമറിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ജസ്റ്റ് ആസ് ലെയിംനെസ്. ഓക്കെ, ലെയിംനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു മുടന്ത്. ഓക്കെ, അപ്പൊ മുടന്തിനായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ആസ് ലെയിംനെസ് ഇസ് ദ സൈലൻസ് ദാറ്റ് ഫാൾസ് ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഡീഡ് അല്ലെ. ഈ ഒരു മുടന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ വാക്കും അയാളുടെ പ്രവൃത്തിയും തമ്മിലുള്ള ചെറിയൊരു ചേർച്ചയില്ലായ്മ, അല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ചെറിയൊരു സൈലൻസ് ഉണ്ടല്ലോ, അത് തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് മുടന്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് ഈ വിക്ക് എന്ത് പോലെയാണ്, മുടന്ത് പോലെയാണ്. മുടന്ത് എന്താണ്, വേർഡും ഡീഡും. ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് കേട്ടോ. ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ്. സോ ആ ഒരു പ്രവൃത്തിയും അല്ലെ എന്താ പറയാ, ആ ഒരു പ്രവൃത്തിയും ആ ഒരു വാക്കും തമ്മിലുള്ള ചെറിയൊരു സൈലൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ മുടന്തെന്ന് പറയും. അതുപോലെ തന്നെയാണ് വിക്ക് എന്ന് പറയാണ്. The poet compares stammering to lameness. Just as lame person may hesitate between wanting to walk and actually walking, stammering shows hesitation between wanting to speak and speaking. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത്ര മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. The poet compares stammer to lameness. Okay, stammer to lameness. And lameness എന്താണ് പറയുന്നത്? It is the silence between a word and its deed എന്നുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചോദ്യം ചോദിക്കുകയാണ്. Did stammer precede language or succeed it? അല്ലെ, ഇനി ഭാഷയാണോ ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ വിക്കാണോ ആദ്യം ഉണ്ടായത്? ആദ്യമേ നമ്മൾ പോയിട്ട് പറഞ്ഞു വിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മോഡ് ഓഫ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞല്ലോ. സോ ഡിഡ് സ്റ്റാമർ precede language or succeed it അല്ലെ. ലാംഗ്വേജ് ഇതാണ് ലാംഗ്വേജ് എന്ന് വിചാരിക്കുക, ഇതാണ് ലാംഗ്വേജ് എന്ന് വിചാരിക്കുക, ഭാഷ. അപ്പം പ്രിസീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്,
അതിന്റെ മുന്നേ വരിക എന്നുള്ളതാണ്. അപ്പൊ വിക്ക് ഭാഷ ഉണ്ടാകുന്നതിന്റെ മുൻപേ ആണോ വിക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ ഭാഷ ഉണ്ടായതിന്റെ ശേഷമാണോ വിക്ക് ഉണ്ടായത്? പ്രസീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നേ എന്നുള്ളതാണ്. സക്സീഡ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ഇനിയിപ്പോ ഭാഷ ഉണ്ടായതിന്റെ മുൻപായിരിക്കോ വിക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ ഭാഷ ഉണ്ടായതിന്റെ ശേഷമായിരിക്കോ വിക്ക് ഉണ്ടായതെന്ന് അദ്ദേഹം ആലോചിക്കുക കേട്ടോ. The poet wonders, did stammering come before language or itself or after it? Maybe stammering is an original part of speech. അല്ലെ, സ്റ്റാമറിംഗ് തന്നെ ഒരു ഭാഷയാണെന്നുള്ള രീതിക്ക് വരികയാണ് കേട്ടോ. Is it only a dialect or a language itself? അതൊരു ഡയലക്റ്റ് ആണോ? ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷ. അപ്പൊ നമുക്ക് മലയാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഷയുണ്ട് അല്ലെ, ലാംഗ്വേജ് ഉണ്ട്. ഈ ഒരു മലയാളം തന്നെ കോഴിക്കോട് സംസാരിക്കുന്നതും ആലപ്പുഴയിൽ സംസാരിക്കുന്നതും തിരുവനന്തപുരത്ത് സംസാരിക്കുന്നതും അല്ലെ, ഒക്കെ കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസസ് ഇല്ലേ? സോ അങ്ങനെ പ്രാദേശികമായിട്ട് ആൾക്കാർ സംസാരിക്കുന്ന ഒരു എന്താ പറയുക ഡിഫറൻസിനാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയാം കേട്ടോ. സോ അദ്ദേഹം ചോദിക്കുകയാണ്, is it only a dialect? അത് കുറച്ചു പേര് സംസാരിക്കുന്ന ഒരു ഡയലക്റ്റ് ആണോ, ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? ഇനിയിപ്പോ അതല്ല മലയാളം പോലൊരു ഭാഷ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. ഈ കണ്ടിന്യൂസ് ടു ക്വസ്റ്റ്യൻ വെദർ സ്റ്റാമറിംഗ് ഇസ് ജസ്റ്റ് എ വേരിയേഷൻ ഓഫ് നോർമൽ സ്പീച്ച്. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് എ മോഡ് ഓഫ് സ്പീച്ച് എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു വേരിയേഷൻ ആണോ, ഓർ എ ലാംഗ്വേജ് ഓഫ് ഇറ്റ്സ് ഓൺ? ഇനി അതൊരു ഭാഷ തന്നെയാണോ? പിന്നെയും ഒരു ചോദ്യമാണ് അല്ലേ. ആൻഡ് അവസാനം അദ്ദേഹം പറയാണ്, ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാഷാ ശാസ്ത്രജ്ഞന്മാരാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ വരെ എന്ത് ചെയ്യാണ്? സ്റ്റാമർ ചെയ്യാണ്, ബബ്ബ അടിച്ചു പോവാണ്. കാരണം അവർക്കും അറിഞ്ഞൂടാ ഇനിയിപ്പോ ഭാഷയുടെ മുന്നേ ആണോ ഉണ്ടായത്, ഭാഷ കഴിഞ്ഞിട്ടാണോ ഉണ്ടായത്, ഇനിയിപ്പോ അതല്ല ഒരു ഡയലക്റ്റ് ആണോ, ഒരു ലാംഗ്വേജ് ആണോ എന്നൊക്കെ ലിംഗ്വിസ്റ്റിനോട്, ഭാഷാ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുമ്പം അവര് വരെ ബബ്ബ അടിച്ചു പോവാണെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. ഈവൻ ലാംഗ്വേജ് എക്സ്പേർട്സ് അല്ലെ, ലിംഗ്വിസ്റ്റ് cannot answer these deep questions easily, so they too are made to stammer അല്ലെ. അപ്പൊ അതായത് to hesitate and struggle for words. അവർക്കും വാക്കുകൾ കിട്ടാതെ ആവുന്നു എന്ന് പറയാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? each time we stammer we are offering a sacrifice to the god of meanings. അല്ലെ, ഇനി വേറെ വലിയൊരു കാര്യമാണ് പറയുന്നത്. ഓരോ തവണ നമ്മൾ സ്റ്റാമർ ചെയ്യുമ്പോഴും, ഓരോ തവണ നമ്മൾ വിൽക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഗോഡ് ഓഫ് മീനിങ്സ് അല്ലെ, അർത്ഥങ്ങളുടെ തമ്പുരാന്, അർത്ഥങ്ങളുടെ ദൈവത്തിന്, അർത്ഥങ്ങളുടെ ഉടയോന് നമ്മൾ അവിടെ ഒരു ബലി കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അല്ലെ ഓഫറിങ് അല്ലെങ്കിൽ ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓഫറിംഗ് എന്ന് പറഞ്ഞാല് ഒരു പൂജ അല്ലെങ്കിൽ ഒരു വഴിപാട് എന്നുള്ളതാണ് ഓഫറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പൂജ അല്ലെങ്കിൽ വഴിപാടിനെയാണ് നമ്മൾ ഓഫറിംഗ് എന്ന് പറയാ. ഇവിടെ സാക്രിഫൈസ് എന്ന് പറയുമ്പോ എന്താണ്? അതൊരു ബലിയാണ്. ഓക്കെ, ഒരു ബലിയാണ് അല്ലെ. അപ്പൊ അദ്ദേഹം പറയാണ്, ഈച്ച് ടൈം വി സ്റ്റാമർ, ഓരോ തവണ നമ്മൾ വിൽക്കുമ്പോഴും. അപ്പൊ വിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡും ഇറ്റ്സ് മീനിങ്ങും തമ്മിലുള്ള സൈലൻസ് ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു അർത്ഥ മാറ്റലാണല്ലേ അവിടെ. അപ്പം വി സ്റ്റാമർ വി ആർ ഓഫറിംഗ് എ സാക്രിഫൈസ്. നമ്മൾ അവിടെ ഒരു ബലി അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആർക്കുള്ള ബലിയാണ്? ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്, അർത്ഥങ്ങളുടെ ദൈവത്തിന്, അർത്ഥങ്ങളുടെ തമ്പുരാന് ഒരു ഓഫറിംഗ് അല്ലെങ്കിൽ ഒരു ബലി അവിടെ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെൻ പീപ്പിൾ സ്റ്റാമർ it's as if they are making a sincere effort to express meaning. അല്ലെ, നമ്മള് മീനിങ് ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് ഇടുന്നു എന്നുള്ള പോലെയാണ്. ഓഫറിംഗ് their struggle as a sacrifice to the divine power of language or meaning itself. ഓക്കെ, അപ്പൊ ഭാഷയുടെ ദൈവത്തിന് അല്ലെ നമ്മള് നമ്മുടെ അർത്ഥങ്ങളെ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ബലിയാണെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, when a whole people stammer becomes their mother tongue. അപ്പൊ നേരത്തെ പറഞ്ഞു അല്ലേ, അതൊരു ഡയലക്റ്റ് ആണോ ലാംഗ്വേജ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇനിയിപ്പൊ സച്ചിദാനന്ദൻ പറയാണ്, when a whole people stammer. ഇനിയിപ്പം അല്ലെ ഒരാൾക്ക് വിൽക്കുമ്പോഴാണ് അത് അയാൾക്ക് വിക്കാണ് അല്ലെങ്കിൽ അയാൾക്ക് സ്റ്റാമർ ആണെന്ന് പറയാം. ഒരു ഹോൾ പീപ്പിൾ, അതായത് എല്ലാവരും വിൽക്കുകയാണെന്ന് വിചാരിക്കുക. എല്ലാ ആൾക്കാരും ഇതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടല്ലോ, എല്ലാവരും ഇതുപോലെ സംസാരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ എന്താണ്? സ്റ്റാമർ ബിക്കംസ് ദ മദർ ടങ്. അത് അവിടെ അന്നേരം അവരുടെ മദർ ടങ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിന് ആക്ച്വലി ഈ ഒരു അർത്ഥമല്ലാതെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള, നിങ്ങൾ വലിയ കുട്ടികളാണല്ലോ, ഒരു +2 എത്തിയ കുട്ടികളാണല്ലോ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ സ്റ്റാമറിനെ പലപ്പോഴും ഞാൻ പല സ്ഥലത്തും വായിച്ചപ്പോ കണ്ടിട്ടുള്ള എന്താന്ന് വെച്ചാല്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലുണ്ടായിട്ടും പറയാൻ പറ്റാത്തൊരു പ്രശ്നം. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് ഒരു രാഷ്ട്രീയപരമായിട്ട് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് കണ്ടിട്ടും അതിനെതിരെ ശബ്ദമുയർത്താൻ പറ്റാത്തൊരു ധൈര്യക്കുറവ്, ഒരു ഭീരുത്വമില്ലേ, അതിനെയാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. when all people stammer
അല്ലെ എല്ലാ ആൾക്കാരും, അതായത് കുറെ പേർക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അതാണല്ലോ നേരത്തെ പറഞ്ഞത്, ഒരു ലെയിംനെസ് ആണ് അല്ലെ, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള സൈലൻസ് എന്ന് പറയുന്നില്ല. അപ്പൊ നമ്മൾ പൊളിറ്റീഷ്യൻസിനൊക്കെ നോക്കുകയാണെങ്കിൽ അവര് പറയുന്നതൊന്നും അവരുടെ പ്രവൃത്തി ചിലപ്പോൾ വേറെ എന്തോ ഒന്നും ആയിരിക്കും അല്ലെ. അവർ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും മേ ബി അവിടെയുള്ള ആക്ടിവിറ്റി എന്താണ്, ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല അല്ലെ. അപ്പൊ അവിടെ പറയണ when all people stammer, മൊത്തം ആൾക്കാരും ഇതേപോലെ വിൽക്കുന്ന സമയത്ത് സ്റ്റാമർ ബിക്കംസ് ദിയർ മദർ ടങ് അല്ലെ. വിക്ക് എന്തായി മാറാണ്, അവരുടെ മാതൃഭാഷയായിട്ട് മാറുകയാണ്. അതായത് എല്ലാവരും എന്ത് ചെയ്യാണ്, ഈ പ്രതികരിക്കാൻ പറ്റാതെ വിൽക്കുകയാണ്, കുറെ സാധനങ്ങൾ അങ്ങോട്ട് വിഴുങ്ങി പോവാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇഫ് an entire community struggles to speak freely or express their truth, അതാ കണ്ടാവും, അത് നിങ്ങൾ പോയിന്റ് പഠിച്ചു വെച്ചോ അല്ലെ. ഒരു ഹോൾ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാണ്, സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സത്യം തുറന്നു പറയാൻ പറ്റാതെ വരുന്ന സമയത്ത്, മേ ബി ഡ്യൂ ടു ഫിയർ, ഓപ്പറേഷൻ ഓർ കോൺഫ്ലിക്ട്, പല കാരണം കൊണ്ടായിരിക്കാം, പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അടിച്ചമർത്തൽ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിലുള്ള ഒരു സംഘർഷം കൊണ്ടായിരിക്കാം, their collective hesitation becomes a part of their common language. അതെന്താണ്, അത് അവരുടെ ഒരു ഭാഷയായിട്ട് മാറുകയാണ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ, നമുക്കിപ്പത് എങ്ങനെയാണോ അതുപോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ആക്ച്വലി നമ്മുടെ സൊസൈറ്റീനെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ വാക്കും അല്ലെ അതിന്റെ അർത്ഥവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് നമുക്ക് അറിയാം തെറ്റാണെന്ന്, പക്ഷെ അതിനെ പറയാൻ പറ്റുന്നില്ല അല്ലെ. അതിന്റെ മീനിങ് നമുക്ക് അറിഞ്ഞിട്ടും ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. ആ ഒരു സൈലൻസിനെയാണ് അദ്ദേഹം അവിടെ സ്റ്റാമർ എന്ന് ഉദ്ദേശിക്കുന്നത്. The poet says that this is what is happening in society today. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് ഇതാണ്. People are afraid or unable to speak openly. ആൾക്കാർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല അല്ലെ. So everyone's speech seems like a stammer. അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുടെയും സംസാരം എന്താണ്, ഒരു സ്റ്റാമർ പോലെയാണ് തോന്നുന്നത്, ഒരു വിക്ക് പോലെയാണ് തോന്നുന്നത്. God too must have stammered when he created man. അയാൾ ഒരു പരിഹാസം പറയാനല്ലേ, അദ്ദേഹം ഒരു പരിഹാസം പറയാണ്. ദൈവത്തിനും വിക്ക് തോന്നിയിട്ടുണ്ടാവും മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് എന്ന് പറയാണ്. The poet imagines that even God might have stammered when he created humanity. മനുഷ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് ദൈവത്തിനും ഒരു വിക്ക് തോന്നി കാണും, വിക്ക് ഉണ്ടായിട്ട് കാണും. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ അല്ലെ വേർഡ്സും അതിന്റെ മീനിങ്ങും അല്ലെങ്കിൽ വേർഡ്സും അതിന്റെ ആക്ഷൻസും തമ്മിൽ ഒരു യോജിപ്പില്ലാത്തത് അതുകൊണ്ടായിരിക്കാം. മേ ബി ദൈവത്തിന് വെക്കിയതുകൊണ്ടായിരിക്കും, നമ്മുടെ തെറ്റല്ല, ദൈവത്തിന് വെക്കിയതുകൊണ്ടായിരിക്കും അല്ലെ. സജസ്റ്റിംഗ് ദാറ്റ് ക്രിയേഷൻ ഇറ്റ് സെൽഫ് ഇസ് ഇംപെർഫെക്റ്റ് ആൻഡ് ഫുൾ ഓഫ് അൺസർട്ടനിറ്റി അല്ലെ. സൃഷ്ടാവ് തന്നെ ഇങ്ങനെയാവുന്ന സമയത്ത് എന്താണ്, നമ്മളും ഇങ്ങനെയല്ലേ ആവുള്ളൂ എന്നുള്ള പോലെ പറയാണ്. അതായത് അതൊരു സർക്കാസമാണ് കേട്ടോ. അതായത് നമ്മളെയാണ് അവിടെ ശരിക്കും കളിയാക്കുന്നത്. പക്ഷെ എന്താണ്, ഇങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകളൊക്കെ എന്ത് ചെയ്യും, മറ്റൊരാളുടെ മേലെ പഴി ചാരിയാണല്ലോ, ഇത് ഞാൻ കാരണമല്ല മറ്റേ പുള്ളി കാരണമായിരിക്കുന്നു. അതുപോലെ ഇവിടെ അങ്ങോട്ട് പറയാണ്, നമ്മൾ കാരണമല്ല, ചിലപ്പോൾ ദൈവത്തിന് ആ സമയത്ത് വിക്കി കാണും, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയെന്ന് പറയാണ് കേട്ടോ. ദാറ്റ് ഇസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെന്റ് മീനിങ്സ്. അതാണ് ലാസ്റ്റ് ആ ഒരു സർക്കാസം ആണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്. എന്താണ്, ബിക്കോസ് ദാറ്റ് ഡിവൈൻ സ്റ്റാമർ അല്ലെ, ആ ദൈവികമായ ശക്തിക്ക് അവിടെ ആ ഒരു സ്റ്റാമർ വന്നതുകൊണ്ട്, ആ ഒരു വിക്ക് വന്നതുകൊണ്ട്, ഹ്യൂമൻ ലാംഗ്വേജ് ഹാസ് മെനി ഷെയ്ഡ്സ് ഓഫ് മീനിങ് അല്ലെ. അപ്പൊ ആ ഒരു അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ ഭാഷയ്ക്ക് പല അർത്ഥങ്ങളും ഉണ്ട്. അത് കേൾക്കുന്ന ആളല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾ എന്താണ് വേറൊരു അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. കേൾക്കുന്ന നാലാള് ചിലപ്പോൾ നാലർത്ഥത്തിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഒരാൾ പറയും അവള് ഭയങ്കര ദേഷ്യത്തോടെ പറഞ്ഞതാ, വേറൊരാൾ പറയും അല്ലല്ല കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്കാണല്ലോ പറഞ്ഞത്, മറ്റേ ആൾ പറയും അവർക്ക് അസൂയ കൊണ്ട് പറഞ്ഞതാ അല്ലെ. അപ്പം പല ആൾക്കാരും പല രീതിയിലുള്ള അർത്ഥങ്ങളാണ് വിചാരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ. വേർഡ്സ് ആർ നോട്ട് ഓൾവേസ് ക്ലിയർ ആൻഡ് എക്സാക്ട്. വേർഡ്സ് എപ്പോഴും എന്തല്ല, എപ്പോഴും ക്ലിയറും എക്സാക്റ്റും അല്ല എന്ന് പറയാണ്. That is why everything he utters, from his prayers to his commands, stammers like poetry. അതുകൊണ്ടാണ് that is why everything he utters, അതുകൊണ്ടാണ് അവൻ ഉച്ചരിക്കുന്ന ഓരോ സാധനങ്ങളും, from his prayers to his commands അല്ലെ, പ്രാർത്ഥന മുതൽ ആജ്ഞാപനങ്ങൾ വരെ അല്ലെ, കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ ആജ്ഞാപനങ്ങൾ വരെയാണ്. ഇതൊക്കെ തന്നെ എന്താണ്, സ്റ്റാമർ ആണ്, വിക്കാണ്, ലൈക്ക് പോയട്രി, കവിത പോലെ വിക്കാണ് പറയുന്നത് കേട്ടോ. ഓൾ ഓഫ് ഹ്യൂമൻ സ്പീച്ച് അല്ലെ, മനുഷ്യന്റെ മൊത്തം ഭാഷ എടുക്കുകയാണെങ്കിൽ വെദർ ഇൻ പ്രേയർ, ഓർഡർ ഓർ പോയട്രി, അത് പ്രാർത്ഥന ആയിക്കോട്ടെ, ഒരു ഓർഡർ ഇടൽ, ഒരു കമാൻഡ് ആയിക്കോട്ടെ, ഒരു കവിത ആയിക്കോട്ടെ, എല്ലാത്തിലും എന്താണ്, ക്യാരീസ് അൺസർട്ടനിറ്റി ആൻഡ് ബ്യൂട്ടി. എല്ലാത്തിലും ഒരു തീർച്ചയില്ലാത്ത, ഒരു ഉറപ്പില്ലാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്, എന്നാൽ അവിടെ ഒരു സൗന്ദര്യം ഉണ്ടെന്നാ പറയുന്നത്. ജസ്റ്റ് ലൈക്ക് സ്റ്റാമറിങ്, പോയട്രി ടു ഹെസിറ്റേറ്റ്സ്, റിപ്പീറ്റ്സ് ആൻഡ് സെർച്ചസ് ഫോർ മീനിങ് അല്ലെ. കവിതയും എന്താണ്,
പലപ്പോഴും കവിതയ്ക്കും എന്താണ് പറ്റുന്നത്, ഹെസിറ്റേറ്റ്സ്, പല കാര്യങ്ങളും പറയാൻ മടിക്കുന്ന പോലെ ഉണ്ടാവും ചില കവിതകള്, ചിലപ്പോൾ അത് ആവർത്തിച്ച് പറയുന്നുണ്ടാവും. ആൻഡ് സെർച്ചസ് ഫോർ മീനിങ്, ഒരു അർത്ഥം തിരയാണ് ചെയ്യുന്നത് അല്ലെ. ശരിക്കും പറയുന്നത് എന്താണ്, ഒരു പോയിറ്റ്, അതായത് ഡെത്ത് ഓഫ് ദി ഓദർ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഓദർ, ഒരു എഴുത്തുകാരൻ ഒരു സാധനം എഴുതി വെച്ച് കഴിഞ്ഞാല് പിന്നെ അയാളുടെ റോൾ അവിടെ കഴിഞ്ഞു. പിന്നെ അത് വായിക്കുന്ന ആളുടെ ഫ്രീഡം ആണ് അതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതിനെ ഓരോ വായനക്കാരനും ഓരോ രീതിയിൽ എടുക്കും എന്നുള്ളത് കേട്ടോ. ഓക്കെ, സോ അത്രയുമാണ് നമ്മുടെ ഈ ഒരു സ്റ്റാമർ എന്ന് പറയുന്ന പോയമിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.